ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതേ ക്ലാസ്സിനെ കൊണ്ട് ഞങ്ങളിന്ന് സ്കൂളിൽ പോവുകയാണ് അവന് അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, വാക്സിനേഷൻ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് നടത്തി. പിന്നെ അതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർമാരെ കൊണ്ട് കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ല ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ സ്കൂളിൻ്റെ സൈറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റേതായ കുറേ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായി. അങ്ങനെ അതെല്ലാം ഫില്ല് ചെയ്ത് ഇപ്പോൾ അവർ മെയിൽ അയച്ചേക്കാണ് ഇന്നിപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ രാവിലെ 9 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് എങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പോൾ റാസിന് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നൊക്കെ, സ്കൂളും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ സ്കൂളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചുകൊണ്ട് നടന്നു പോകാനൊന്നും പറ്റൂല, വണ്ടിക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഊബറിനാണ് കേട്ടോ പോകണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാനിന്ന് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബാക്കിൽ നോക്കിക്കേ, കണ്ട നല്ല പച്ചപ്പല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചുറ്റിനും ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, ചെടികളുണ്ട്, നല്ല ഭംഗിയൊക്കെയാണ് കാണാൻ, ഫുൾ പച്ചപ്പാണ്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരു കുഞ്ഞു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ. എന്താ പറയുക, നമ്മൾ കാക്കനാട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രീനിഷ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുമെന്ന്. പക്ഷേ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും കണ്ടില്ലേ, നിറച്ച് ഗ്രീനിഷായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ചുമയൊന്നും ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഫോറസ്റ്റിലേക്ക് കുറച്ച് പിള്ളേർ കയറി പോകുന്നുണ്ടായിരുന്നു, എന്തോ കളിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പാടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഓരോ ഇങ്ങനെ കുടികൾ വെച്ചേക്കണ്, റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നും പറഞ്ഞ്. കാരണം വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. നല്ലൊരു ഫോറസ്റ്റ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചെന്നാണ് ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ റൂമിനോട് എൻ്റെ സൈഡിൽ തന്നെ ആട്ടോ ആ ഒരു ഫോറസ്റ്റ് ഭാഗം വന്നേക്കണത്. അപ്പോൾ നല്ല കിളികളുടെയൊക്കെ സൗണ്ടുകൾ കേൾക്കാം അവിടെ നിന്ന്. ഇനി വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് ആക്കറേ, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ പാമ്പൊന്നും ഉള്ളതായിട്ട് അങ്ങനെ അറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ പോലെ അങ്ങനെ ഭയങ്കരമായ കാടൊന്നുമല്ല, ചുറ്റിനും ഇങ്ങനെ വീടും അപ്പാർട്ട്മെൻറ്റൊക്കെയാണ്. അത് കുറച്ച് ഭാഗം ഇങ്ങനെ ഫോറസ്റ്റായിട്ട് നിൽക്കുക. അതിൻ്റേതായ എന്താ പറയുക, കാടിൻ്റേതായ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കാടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആളുകളും പിള്ളേരുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വർത്താനം പറഞ്ഞ് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോകാം. ഇവിടെ ബാൽക്കണിയിൽ നിന്നാലുള്ള കാഴ്ച കണ്ടോ ഇത്. ഇങ്ങനെ എപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ ഓരോ പട്ടിക്കുട്ടികളെ ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ, ഓരോ വലിപ്പത്തിലുള്ള പട്ടികളെ ആയിട്ടോ കാണാം. ടെൻഷൻ ഉണ്ടോ റാസേ? കുഴപ്പമില്ല, എന്തിനാ ടെൻഷൻ അടിക്കണം. അപ്പോൾ അതേ നമുക്ക് അങ്ങനെ പോകാനുള്ള ഊബറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ വീഡിയോക്ക് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അതേ നമ്മളങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ തൽക്കാലം റാസിനെ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് അവനെ മാത്രമേ ചേർക്കണുള്ളൂ. അവൻ വലിയ ക്ലാസ്സിലായതുകൊണ്ട് പാത്തുവിനെ പിന്നെ സാവകാശം ചേർക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മാത്രമല്ല ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലല്ല കേട്ടോ. ഇപ്പോൾ പോകുന്ന സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ 6ാം ക്ലാസ് തുടങ്ങി 8 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 ക്ലാസ് മാത്രമേ ആ സ്കൂളിലുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സൊക്കെ വേറെ സ്കൂളിലാണ്. അപ്പോൾ അതേ ഈ കാണുന്ന ഈ നീണ്ട് നിവർന്ന് കിടക്കണ ഈ ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ സ്കൂള്. അപ്പോൾ അതേ റോഡ് സൈഡ് തന്നെയാണ് സ്കൂൾ വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ 2 നില 3 നില അങ്ങനെ ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കണ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതേ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ മതിൽക്കെട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തൊന്നുമല്ല സ്കൂളുള്ളത് കേട്ടോ. അപ്പോൾ അതേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കി ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അല്ലെങ്കിലും പൂ പിന്നെ നമുക്കൊരു വീക്ക്നെസ് തന്നെയാണല്ലോ. ഇത് കണ്ടില്ലേ, നല്ല കളർ കേട്ടോ ഈ പൂക്കൾക്കൊക്കെ.
പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, ഒരു പ്രത്യേക ലുക്ക് കേട്ടോ. നമ്മൾ എത്ര വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ എടുത്തു പോകും, അതുമാതിരത്തെ ഭംഗി. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ സ്കൂളിൻ്റെ ഈ അകത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കയറി ചെല്ലാൻ പറ്റൂല കേട്ടോ. അവിടെ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ മൈക്കും. അപ്പോൾ അതിൽ സംസാരിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമുക്ക് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. Yeah, already registered. Today we got an appointment. 9:25 is my time. Student name is Razin Nizar. Hold on, someone's coming. അങ്ങനെ നമ്മൾ അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾക്ക് കയറേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതേ ആ നേരെ കാണുന്ന ഡോറാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചേക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റും, പുറത്ത് ആര് വന്നാലും. അപ്പോൾ അവരതനുസരിച്ച് നമ്മൾ അവിടെ മൈക്കൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പം പെട്ടെന്ന് പിടികിട്ടൂല കേട്ടോ, ബാക്ക് സൈഡിലാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഇതേ നമ്മൾ ഇവിടെയും വന്ന് ഇവിടെയും മൈക്കുണ്ട്, നമുക്ക് സംസാരിക്കാം. Thank you. അങ്ങനെ ഇതേ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറേ ക്ലാസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, പിള്ളേർ ക്ലാസ് ടൈമിലാണ്. അങ്ങനെ നമ്മളിതേ ഓഫീസ് റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ ഏരിയ ഉണ്ട്, അങ്ങനെ നമ്മളവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സാറ് വന്ന് അങ്ങനെ നമ്മൾ റാസിനെ കൊണ്ടുപോയിട്ട് ആ ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഒന്ന് കണ്ട ഇത് കണ്ടില്ല, ആ പോണതാണ് റാസ് പിന്നെ സാറും. അങ്ങനെ അതിന് ശേഷം 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ടെസ്റ്റ്. അപ്പോൾ നമ്മളോട് വേണമെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരാനൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അതേ 1.5 മണിക്കൂർ പോയി ഇതേ റാസ് വന്നു. അങ്ങനെ റാസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാസ് പാസ്സായി. ഇംഗ്ലീഷും മാത്സും ഉണ്ടായിരുന്നല്ലേ റാസെ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല, ഈസിയാ. ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ അവന് ഇപ്പോൾ 1 മാസം ഇവിടെ ഇനിയും ക്ലാസ് ഉണ്ട്, സ്കൂൾ അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവനോട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. അവനെന്തായാലും ഹാപ്പിയാണ്. കുറച്ച് കെമിസ്ട്രിയാ? പിന്നെ സോഷ്യൽ എന്തോ ഈ ഡെൻമാർക്കൊക്കെ എന്തതിനെ കുറിച്ച്, ജോഗ്രഫി ആയിട്ട്. ഇംഗ്ലീഷ് എന്തോന്നൊക്കെയാണ് ചോദിച്ചാൽ റീഡിങ്ങും റൈറ്റിങ്ങും അല്ലേ? റീഡിങ്, റൈറ്റിങ്, ലിസണിങ്. പിന്നെ മാത്സ് എന്തൊക്കെയോ കാൽക്കുലേഷനൊക്കെ. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരുന്നോ? അത്യാവശ്യം. ശരി, ഞാൻ വിചാരിച്ച് ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളായിരിക്കുമെന്ന്. സോഷ്യലിന് ഹിസ്റ്ററി ആയിരിക്കും ഇവിടെ ഉണ്ടാവണേന്ന് ആ സാറ് പറഞ്ഞു. ഹിസ്റ്ററിയാ? ജോഗ്രഫി ഒന്നുമില്ല? പിന്നെ ആ ജോഗ്രഫി എന്തോ ഉണ്ടെന്ന്. പിന്നെ ഹിസ്റ്ററി സോഷ്യലായിട്ട്, പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയണത് ലിസണിങ്ങും പിന്നെ എന്തോ റൈറ്റിങ്ങും ആയിട്ട് 2 പീരീഡൊക്കെ ഉണ്ടെന്ന്. പിന്നെ പിന്നെ സ്പാനിഷ് സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ മാത്ത്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? സയൻസ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്കാണെന്ന് അറിയൂടെ, കെമിസ്ട്രി ആണ് ഇവിടെ മെയിൻ. ഫിസിക്സ് ഒന്നും അങ്ങനെയില്ല. ഒരു സാറല്ലേ മൊത്തം ടെസ്റ്റ് എടുത്തിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. ആ സാറ് ഇംഗ്ലീഷിന്റെ സാറാണ്. കെമിസ്ട്രി എന്തൊക്കെയോ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 പ്രതിമകൾ പിള്ളേർ പഠിക്കണ പോലെ ഇങ്ങനെ ആക്കി വെച്ചേക്കും അല്ലേ? ഹലോ. പിള്ളേരുടെ അടുത്ത് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്താണത്, റേഡിയോയാ? ബുക്ക്. ആ പെൺകുട്ടിയുടെ അടുത്ത് ബുക്ക്. ദേ ഒരു അണ്ണാൻ പോണ നോക്കി. അവിടെ അവിടെ. ഇതേ സ്കൂളിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാട്ടോ. അപ്പോൾ സ്കൂളിലെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇംഗ്ലീഷിന് ടെസ്റ്റ് മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ അവരെല്ലാ സബ്ജക്റ്റിൻ്റെയും ടെസ്റ്റുകൾ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസുകളാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു കേട്ടോ. അത് കുട്ടികളോടാണെങ്കിലും ശരി വലിയവരോടാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടുത്തെ ടീച്ചർമാരൊക്കെ നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമല്ല, അവർ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഇംഗ്ലീഷ് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അതായത് കുട്ടിക്ക്
കാരണം വെച്ചാൽ അവരുടെ ഇംഗ്ലീഷ് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ പറയണ പോലെ അല്ല. അപ്പോൾ അത് കുട്ടികൾക്ക് പെട്ടെന്ന് പിടികിട്ടണ്ടോയെന്ന് അറിയണമല്ലോ, അതാണ് അവർ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനിയിപ്പോൾ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും കുറവ് വരെ അല്ലെങ്കിൽ ഈ എക്സാമിൽ എന്തെങ്കിലും ടെസ്റ്റിൽ കുറവ് വരെ ഉണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അവർ അതിന് പരിഹരിക്കേണ്ട രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ തരും. അല്ലാതെ കഴിവില്ലാത്തവരെ മാറ്റി നിർത്തുക അങ്ങനെയൊന്നും ഇല്ലാത്തോ. നമുക്ക് എന്താണോ കുറവ് അത് അവർ നികത്തി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് തന്ന് നമ്മളെ മികച്ചതാക്കി എടുക്കൂട്ടോ. അങ്ങനെയാണേ. പല കഥയെഴുത്തുകളൊക്കെ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ സമയം എടുത്തല്ല എഴുതണത്. ഓരോരുത്തരും ഓരോ സമയമൊക്കെ ഉണ്ട്. ഒരെണ്ണം എഴുതാനുണ്ടായി, എന്തോ ഒരു പിക്ചർ കണ്ടിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ, അത് 1 മിനിറ്റ് കണ്ടുള്ളൂ. പിന്നെ ഒരു കഥ മൊത്തം എഴുതാനുണ്ടായി ഒരു ഇതിനെക്കുറിച്ച്, എന്നിട്ട് അത് 20 മിനിറ്റ് വന്നു. അത് ഞാൻ കുറേ എഴുതി. കഥ എഴുതാൻ പിന്നെ നിനക്കറിയാലോ. പിന്നെ എന്താ, പിന്നെ ഇതേപോലെ വേറെ എന്തോ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം, അത് 5 മിനിറ്റ്. അങ്ങനെ മിനിറ്റുകളാണ്. അല്ലാണ്ട് നമുക്ക് കുറേ സമയം നമുക്ക് ഇഷ്ടമുള്ള സമയത്തിൽ ഓരോ ആൻസറിനും ഇത്ര ടൈം ഒന്നുണ്ടാവും. നമ്മൾ ആ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ നമ്മളിത് മേടിക്കും, നമ്മൾ ചെയ്യാത്തതിനെ മാർക്ക് പോകും. ഞാനെല്ലാം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.